നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലേ? പകരം ചോദിക്കാനായി കാത്തിരിക്കുകയാണോ? എങ്കിൽ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. ഒരിക്കൽ തന്നെ അപമാനിച്ച ഒരാളോട് അടങ്ങാത്ത ദേഷ്യവുമായി ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിച്ചു. ഗുരു, എനിക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു, അവൻ പരാതിപ്പെട്ടു. ഗുരു അവനെ ഒരു കനലടുപ്പിന് മുന്നിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഒരു തീക്കനൽ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ആ തീക്കനൽ എടുത്ത് നിന്നെ അപമാനിച്ചയാൾക്ക് നേരെ എറിയുക. നിന്റെ ദേഷ്യം തീരട്ടെ. ശിഷ്യൻ ആ കനലെടുക്കാൻ ശ്രമിച്ചതും ചൂടുകണ്ട് കൈ പിൻവലിച്ചു. ഇതെൻ്റെ കൈ പൊള്ളിക്കും, അവൻ പറഞ്ഞു. ഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു, പകയും വിദ്വേഷവും ഈ തീക്കനൽ പോലെയാണ്. മറ്റൊരാളെ വേദനിപ്പിക്കാനായി നാം അത് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ അത് ആദ്യം പൊളിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ സമാധാനമാണ് അത് കെടുത്തിക്കളയുന്നത്. ആ കനൽ താഴെയിടുക. നിന്റെ കൈകളും മനസ്സും തണുക്കട്ടെ. ക്ഷമിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, നമ്മുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടിയാണ്. പക മനസ്സിൽ വെക്കുമ്പോൾ ആ ഭാരം ചുമക്കുന്നത് നമ്മളാണ്, അവരല്ല. അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിസ്സാരമായ ഒരു കാര്യത്തിനായിരിക്കും നിങ്ങൾ വിലപ്പെട്ട സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. വിട്ടുകൊടുക്കുന്നത് ബലഹീനതയല്ല, മറിച്ച് മാനസികമായ കരുത്തിൻ്റെ ലക്ഷണമാണ്. ഭാരം ഇറക്കി വയ്ക്കൂ, സ്വതന്ത്രരാകൂ. ചില മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും, എന്നാൽ ആ മുറിവുകളേക്കാൾ വലിയ ഭാരമാണ് പക. ഇന്ന് തന്നെ ആ ഭാരം ഇറക്കി വയ്ക്കാൻ ഒരു ശ്രമം നമുക്ക് തുടങ്ങാം.